നമ്മളെല്ലാവരും പണം നൽകി ചെക്കുകൾ വാങ്ങാറുണ്ട്. ഈ ചെക്കുകളുടെ വാലിഡിറ്റി സംബന്ധിച്ച് രണ്ട് സുപ്രധാനമായ വിധികളാണ് ഒന്ന് കേരള ഹൈക്കോടതിയിൽ നിന്നും മറ്റൊന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ചെക്കുകൾ സംബന്ധിച്ച നിയമമാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിലെ സെക്ഷൻ 139 പ്രകാരം നമ്മൾ ഒരാൾക്ക് പണം നൽകി അയാൾ നമുക്ക് തരുന്ന ചെക്കുകളിൽ വാലിഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒപ്പ് മുതലായവ ഉണ്ടെങ്കിൽ അത് വാലിഡ് ആണ് എന്നാണ് പ്രസ്യൂം ചെയ്തിരിക്കുന്നത്. എന്നാൽ കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് 20,000-ൽ കൂടുതൽ ക്യാഷ് കൊടുത്ത് നമ്മൾ ഒരാളുടെ നിന്ന് ചെക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചെക്കുകൾ പ്രഥമ ദൃഷ്ടിയ വാലിഡ് അല്ല എന്നും അത് നമ്മൾ തെളിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ്റെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിധിയെ സെപ്റ്റംബർ 27-ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ 20,000-ൽ കൂടുതൽ ക്യാഷ് നൽകി നമ്മൾക്കൊരാളുടെ ചെക്ക് നൽകുകയാണെങ്കിൽ ആ ചെക്ക് വാലിഡ് ആയിരിക്കുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ സുപ്രീം കോടതിയുടെ ഈ സുപ്രധാനമായ വിധി പറയുന്നത് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 266 പ്രകാരമുള്ള ശിക്ഷ ഇൻകം ടാക്സ് ആക്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതിന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടുമായി ബന്ധമില്ല എന്നാണ്. അപ്പോൾ ഇനി നിങ്ങൾ 20,000-ൽ കൂടുതൽ ക്യാഷ് നൽകി ഒരാൾ നിങ്ങൾക്ക് തരുന്ന ചെക്കുകൾ ആ വാലിഡ് ചെക്ക് ഇനി വാലിഡ് ആയിരിക്കുമെന്നാണ് സുപ്രീം കോടതിയുടെ ഈ വിധി സൂചിപ്പിക്കുന്നത്.